നമസ്കാരം. V1 ആലുവയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പെരിയാർ പുതിയൊരു പരമ്പരയാണ്. 269.90 കിലോമീറ്റർ ദൂരപരിധിയുള്ള എന്റെ പെരിയാർ പെരിയാറിനെ കൊന്നു തിന്നുന്നു. ആരാണ് പെരിയാറിനെ കൊന്നു തിന്നുന്നത്? പെരിയാറിന്റെ ഇരുകരകളും ധനാഢ്യന്മാർ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള പരമാർത്ഥമായ സത്യം അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. V1 ചാനലിന്റെ അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ്. പെരിയാറിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച് നിയമ പോരാട്ടവുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ അഡ്വക്കേറ്റ് KS പ്രകാശ്, അദ്ദേഹം പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ കൺവീനർ കൂടിയാണ്. അഡ്വക്കേറ്റ് KS പ്രകാശും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ തമ്പി നാഗാർജുനയും തമ്മിലുള്ള അഭിമുഖ സംഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്തേ. എൻ്റെ പെരിയാർ എന്ന V1 ആലുവ ചാനലിൻ്റെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമസ്തേ. നമസ്കാരം. ആലുവ V1 ചാനലിന് വേണ്ടി അഡ്വക്കേറ്റ് പ്രകാശ്, അദ്ദേഹം നമ്മുടെ ആലുവ പെരിയാർ പ്രൊട്ടക്ഷൻ റിവർ കൗൺസിലിൻ്റെ കൺവീനറാണ്. ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ജനങ്ങളിലേക്ക് ഈ അറിയാത്ത വിവരങ്ങൾ എത്തിക്കാനും പൂർണ്ണമായിട്ടും അർഹനായ ഒരു ദേഹമാണ് ശ്രീ പ്രകാശ്. നമസ്തേ. നമസ്കാരം. V1 ചാനലിലെ എല്ലാ അഭിനന്ദനങ്ങളും. നമ്മുടെ പെരിയാർ ശരിക്കും നദി അമ്മ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുടിവെള്ളം മുട്ടുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ സമരം ചെയ്യുകയും എങ്കിലാവ് വിളിക്കുകയും ചെയ്യുന്നതിനപ്പുറം നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ എന്തുകൊണ്ടാണ് ഈ 77 വർഷം കഴിഞ്ഞ ശേഷവും ജനതകൾക്ക് സാധിക്കാത്തത്, അല്ലെങ്കിൽ ജനനേതാക്കൾക്ക് സാധിക്കാത്തത്? അത് എന്തുകൊണ്ടാണെന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അത് പ്രാദേശിക ഭരണകൂടങ്ങളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് പറയുമ്പോഴാണ് കേരളത്തിലെ 44 നദികളെ കുറിച്ച് പറയേണ്ടി വരിക. കേരളത്തിൽ 44 നദികളുണ്ടെന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ 44-ൽ 4 നദികൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഒഴുകുന്നുള്ളൂ. നദിയാണെന്ന് വിളിക്കാൻ പോലും പറ്റുന്നുള്ളൂ. അത് 40 നദികളും കയ്യേറ്റക്കാരുടെ പിടിയിലാണ്. പ്രാദേശിക തലത്തിൽ അതിനു വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറിഞ്ഞോ അറിയാതെയോ മറ്റു സംഘടനകളെല്ലാം അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗുണ്ട നേതൃത്വം രാഷ്ട്ര നന്മയ്ക്ക് പകരം രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന ഒരു നിലപാടാണ് എന്ന് നാം പറയുന്നതിനകത്ത് തെറ്റുണ്ടോ? ഒരു പരിധി വരെ അത് ശരിയാണെന്ന് പറയാം. പക്ഷെ എല്ലാവരെയും നമുക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല. നദിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരു ആഗ്രഹമുള്ളവരാണ്. പക്ഷെ അവരെ പിന്നോട്ട് വലിക്കുന്ന ചില ഘടകങ്ങൾ ഇതിനകത്ത് വരുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നിങ്ങളൊരു മുൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നല്ലോ. അപ്പൊ ഈ ലോക്കൽ ഭരണ സംവിധാനത്തിൽ ശരിക്കും ഇതിനെ നയിക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിമാരും പഞ്ചായത്ത് പ്രസിഡന്റും അല്ലേ? യഥാർത്ഥത്തിൽ 1994 പഞ്ചായത്ത് രാജ് വന്നതോടുകൂടി പുഴകളും നദികളും മറ്റ് കൈവഴികളും തോടുകളും എല്ലാം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നിക്ഷിപ്തമായി കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ അതനുസരിച്ചുള്ള ഉത്തരവ് പ്രകാരവും നിയമപ്രകാരവും വീണ്ടെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടികളും ഈ ഭരണകൂടങ്ങൾ ചെയ്യുന്നില്ല. നടപടി പോയിട്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് രാജ്ഞാനവർത്തിയായി പ്രവർത്തിക്കുന്നതല്ലാതെ ഇച്ഛാശക്തി, അതായത് ശരിക്കും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 അനുസരിച്ച് പഞ്ചായത്ത് ഒരു നിയമം പാസാക്കിയാൽ അതിന് സുപ്രീം കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നല്ലേ അതിന്റെ വ്യവസ്ഥകളെല്ലാം ഉണ്ടെങ്കിലും നിയമത്തിന്റെ പിൻബലമില്ലായ്മയല്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഈ നദി പ്രധാനപ്പെട്ട കേരളത്തിന്റെ മധ്യഭാഗത്തു കൂടി ഏതാണ്ട് 1,28,00,000 ജനങ്ങൾക്ക് നേരിട്ട് കുടിവെള്ളം കൊടുക്കുന്ന പെരിയാർ നദി. ഈ നദിയെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കുക. 244 ഏക്കറുള്ള ഈ നദി ഇന്ന് എത്ര പേരുടെ കയ്യിലാണ്? എന്താണ് അതിന്റെ സാങ്കേതികമായി നദിയെ കുറിച്ച് യാഥാർത്ഥ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ
അതിന്റെ ഇപ്പൊ വധിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. നദി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പെരിയാർ നദിയുടെ ഉത്ഭവം തന്നെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ്. ഏതാണ്ട് 6 റീച്ചുകളിലാണ് ഈ പെരിയാർ നദി ഉൾക്കൊള്ളുന്നത്. 6 റീച്ച് എന്ന് പറയുമ്പോൾ 1ാം റീച്ച് ഉത്ഭവ സ്ഥാനത്ത് നിന്നും കരിമണൽ പാലം വരെയുള്ള റീച്ച്, കരിമണൽ പാലം മുതൽ ഭൂതത്താൻ കെട്ട് വരെയുള്ള വേറെ 2ാമത്തെ റീച്ച്, ഭൂതത്താൻ കെട്ട് മുതൽ കാലടി വരെയുള്ള 3ാം റീച്ച്, കാലടി മുതൽ മാർത്താണ്ഡവർമ്മ ബ്രിഡ്ജ് വരെയുള്ള 4ാം റീച്ച്. 4ാം റീച്ചിൽ വന്നിട്ട് ഈ പുഴ അല്ലെങ്കിൽ നമ്മുടെ മഹത്തായ പെരിയാർ 2 കൈവഴികളാവുന്നു. ഒന്ന് പാതാളം വഴി നേരെ വടുതല കായലിലും 2 കൊടുങ്ങല്ലൂർ വഴി നേരെ അറബിക്കടലിലും. ഈ നദിയുടെ ഇന്നത്തെ അവസ്ഥ 244.90 വരുന്ന കിലോമീറ്ററിൽ ഇടതുവശവും വലതുവശവുമുള്ള കൈവഴികൾ. അതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പെരിയാർ നദി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒഴുകുന്ന മാത്രമാണെന്നാണ്. ഇടതുവശത്ത് ഏതാണ്ട് 518 കിലോമീറ്റർ വരുന്ന കൈവഴികളും വലതുവശത്ത് 396 കിലോമീറ്റർ വരുന്ന കൈവഴികൾ ഉൾപ്പെടുന്ന അതിബൃഹത്തായ ഒരു നദി തടമാണ്, നദി സംസ്കാരമാണെന്ന് തന്നെ പറയാം. അപ്പൊ 244 ഏതാണ്ട് 900 വരുന്ന കിലോമീറ്റർ കൂടെ വരുന്ന, അപ്പൊ ഏകദേശം 1100 കിലോമീറ്റർ ആണ് ഇത് ഒഴുകുന്നത്. ഈ 1100 കിലോമീറ്റർ ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു 100, 150, 200 കിലോമീറ്റർ മാത്രമേ ഈ ഭൂമുഖത്ത് നമുക്ക് കാണാൻ കഴിയൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃത കുടിയേറ്റം തന്നെ പറയാം. അനധികൃത കുടിയേറ്റം എന്ന് പറയാൻ കഴിയില്ല, അത് കയ്യേറ്റം എന്ന് പറയാൻ കഴിയും. എൻക്രോച്ച്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും ഈ തീരപ്രദേശത്ത് വന്ന് ഒരു വീട് വെക്കുന്നവർ മാത്രമല്ല, മറ്റു കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആദ്യം പെരിയാറിന്റെ തീരം തുടങ്ങുന്ന വശം മുഴുവനും കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ആണ്. നേരെ മറിച്ച് അതിന്റെ സെന്റർ സൈഡിലേക്ക് വരുമ്പോൾ ആ സ്ട്രെച്ചസ് വരുന്നത് മുഴുവൻ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വരുന്ന അതിനിടയ്ക്ക് നിന്നുള്ള വെള്ളമാണ് നമ്മളിപ്പോ കുടിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കയ്യേറ്റം ഒരു പ്രശ്നമാണ്, മലിനീകരണം വേറൊരു പ്രശ്നമാണ്. ഇത് 2 പ്രശ്നങ്ങളും നിൽക്കുമ്പോൾ കുടിവെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അലട്ടും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു മാലിന്യ സംസ്കരണ കേന്ദ്രമായിട്ട് തീർന്നിരിക്കുകയാണ് മുല്ലപ്പെരിയാർ. കാരണം 105 വേസ്റ്റ് ഡെപ്പോസിറ്റ് സെന്ററുകൾ പെരിയാറിൽ തന്നെ കണ്ടു കഴിഞ്ഞു. പെരിയാറിനെ നശിപ്പിക്കാൻ കൊല്ലുകയാണെന്ന് തന്നെ പറയാം. 105 ഈ ഡെപ്പോസിറ്റ് കൂടാതെ ഫാക്ടറികള് അവര് പുറത്തേക്ക് വിടുന്ന എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് ജലം, അത് എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നു, പക്ഷെ അല്ല. പൈപ്പ് നേരെ പെരിയാറിലേക്ക് വെച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല സർക്കാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സഹിതം വെറും നോക്കുകുത്തികളാക്കി നിൽക്കുകയും അവിടെ ഇരിക്കുന്നവർക്ക് അടിച്ചു വീർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നിയമത്തിനെ മാറ്റുകയും കൂടെ ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിലാണ്. അവിടെയാണ് നമ്മൾ പെരിയാറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ വേറൊരു പ്രധാന വിഷയം വരുന്നത്. കയ്യേറ്റം മാത്രമല്ല, ഈ മലിനീകരണത്തിന്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ് പെരിയാർ മലിനീകരണം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധി പ്രകാരം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ ഏൽപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശവും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 2004-2006 ഒരു ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് അസസ്മെന്റ് ഇമ്പാക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 18 വർഷമായിട്ട് അത് വെളിച്ചം കണ്ടിട്ടില്ല. അതിൽ ഞാൻ വേറൊന്നും കൂടി ചോദിക്കട്ടെ, നമ്മൾ അതിനിടയ്ക്ക് ഈ 2006 ഈ ഉണ്ടാക്കിയ റിപ്പോർട്ട് ഏതാനും കമ്പനികളുടെ മലിനജലം പെരിയാറിലേക്ക് ഡയറക്റ്റ് ഒഴുകുന്നുവെന്ന് എഴുതി വച്ചിട്ടുള്ളതാണ്. ആ കമ്പനികളിൽ നിന്ന് ഈ അടുത്ത കാലത്തുണ്ടായ അറിയാവുന്നതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ 18 വർഷമായിട്ട് ഇത് എന്തുകൊണ്ട് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ജനചിന്തിക്കണം. അല്ല, അതിപ്പോ ജനങ്ങളാണ് അറിയുന്നത്. അപ്പൊ കോടികളിൽ എവിടെ കൊടുക്കുന്നു, അപ്പൊ ആരൊക്കെ കണ്ണടയ്ക്കുന്നു എന്നറിയാം. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന ജലം ശുദ്ധമാണോ? വെറും ക്ലോറിൻ കലക്കിയത് കൊണ്ട് മാത്രം ഈ മലിനം ഇല്ലാണ്ടാവുന്നുണ്ടോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കോളിഫോം ബാക്ടീരിയയെ സംബന്ധിച്ച്. ആലുവ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമ്മളിപ്പോ ഈ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് പമ്പ് ചെയ്ത് ശുദ്ധജലം എത്തിക്കുന്ന അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് 8,000 മുതൽ 15,000 വരെ കോളിഫോം ബാക്ടീരിയയുടെ അടങ്ങിയിരിക്കുന്നു. ഈ കോളി ബാക്ടീരിയ മാത്രമല്ല പോലും വരാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ 2.5 ലക്ഷം വരെയുള്ള പ്രദേശം ഈ പെരിയാറിന്
ചുരുക്കം പറഞ്ഞാൽ 1.5 കോടി ജനങ്ങൾ ഇന്ന് കുടിക്കുന്നത് മാലിന്യ വെള്ളമാണ് പെരിയാറിൽ നിന്നും. അത് മാത്രമല്ല വേറെ വിഷയം കൂടി വന്നിട്ടുണ്ട്. നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി പമ്പ് സ്റ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നു, വീടുകളിൽ കണക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ കുടിവെള്ളം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന വെള്ളം കൂടാതെ അവരുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ 100 ലിറ്റർ അവർക്ക് ഒരു പ്രതിദിനം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൺസപ്ഷൻ ഈ എറണാകുളം ജില്ലയിൽ മാത്രം 200 ആണെന്ന് വെക്കുക. ബാക്കി 100 എവിടുന്ന? ഈ പെരിയാറിന്റെ 2 തീരങ്ങളിലും അനധികൃതമായിട്ട് കിണറുകൾ കുഴിച്ചിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് വെള്ളം പമ്പ് ചെയ്ത് വാട്ടർ ടാങ്കിലാക്കിയിട്ട്, ഇത് പറയാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നത്, വാട്ടർ ടാങ്കിലാക്കിയിട്ട് ഈ നേവൽ ബേസ് ഉൾപ്പെടെയുള്ള നമുക്ക് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ഈ വെള്ളമാണ് കൊടുക്കുന്നത്. മൂല്യശോഷണം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. യെസ്, ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഓരോരുത്തരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5 കോടി ജനങ്ങളെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിന്റെ ഒരു കേന്ദ്രമായിട്ട് തീരുകയാണ് നമ്മുടെ അമ്മയാകുന്ന പെരിയാർ. ആ പെരിയാറിനെ നമുക്ക് സംരക്ഷിക്കണ്ടേ എന്നുള്ളതാണ് എന്റെ. അല്ല, അത് ജനങ്ങളോട് ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇത് ഒരാൾ നിയമം കൊണ്ട് മാത്രമല്ല, ഇച്ഛാശക്തിയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ കാശ് ഉണ്ടാക്കുന്നതിൽ പോലും ഈ കാശ് അവർക്ക് അനുഭവിക്കാനോ ആസ്വദിക്കാനോ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കർമ്മയോഗ സിദ്ധാന്തം അനുസരിച്ച്? ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് ഒരാളെ ഇനി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇതിനെ സംരക്ഷിക്കാൻ എന്ത് നടപടി ചെയ്യാം അത് മാത്രം ആലോചിക്കുക. സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ തലത്തിൽ വേണ്ട പ്രാദേശിക രീതിയിലുള്ള നടപടി എടുക്കുന്നില്ല. അല്ല, ബോധവൽക്കരണത്തിൽ കൂടെ ജനങ്ങളെ തിരിച്ചറിയുക. രാവിലെ മുതൽ നാം കുടിക്കുന്നത് ഈ ശൗചാലയ ജലമാണ് എന്ന് ഇവിടുത്തെ കുഞ്ഞുകുട്ടികൾ, മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ സഹിതം ബോധവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കും. ആ ബോധവൽക്കരണം നടത്തിയിട്ട് പോലും ജനങ്ങൾ എന്തുകൊണ്ട് ഒന്നിക്കുന്നില്ല? അതാണ് പ്രശ്നം. അല്ല, അവരെ പലതരത്തിലും വർഗീയതയുടെ പേരിലും പാർട്ടിയുടെ പേരിലും അതുണ്ടാകാം, മാറ്റി നിർത്തിയിരിക്കുക. അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ജനത്തിനല്ലേ ഇത് ആവശ്യം? വരും തലമുറ കൊച്ചു കുട്ടികൾക്ക് ഇതൊക്കെ വളരുന്ന കുട്ടികൾക്കല്ലേ ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാം. പക്ഷേ വരും തലമുറയോട് ചെയ്യുന്ന വോട്ടും ചതിയും പാപവുമാണിത്. അപ്പൊ ജനങ്ങളിലേക്ക്, അതായത് യുവാക്കളിലേക്കും കുട്ടികളിലേക്കും നിങ്ങൾ വിഷമാണ് കുടിക്കുന്നതെന്നുള്ള ഒരു ബോധം ആ സന്ദേശത്തിന് വേണ്ടി ഇപ്പോ നിലവില് NGO നാഷണൽ കോൺഫെഡറേഷന്റെ നേതൃത്വത്തില് ഒരു അനക്കം വെച്ചിട്ടുണ്ട്. നാഷണൽ കോൺഫെഡറേഷൻ ഒരു യോഗം ചേർന്നു. 2500ഓളം വരുന്ന NGOമാരുടെ യോഗത്തിൽ വെച്ച് നദീയാത്ര എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലേക്ക് പോവാണ്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള 44 നദികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 100 പേരടങ്ങുന്ന ഒരു സ്ക്വാഡ് ആയിട്ട് വാഹന സഹിതം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ജില്ലാ തലത്തിലുള്ള സ്ക്വാഡ് വർക്ക് നടത്താനുള്ള പരിപാടി ചെയ്തു. അതില് 2 തരത്തിലുണ്ട്. നൈസ് ആക്ഷൻ കൗൺസിൽ എന്നുള്ള അതിന്റെ ചെയർമാൻ എന്നുള്ള രീതി കൂടി, പിന്നെ ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഒരു ലൈഫ് മെമ്പറാണ് ഞാൻ. എൻ്റെ വകയായിട്ടുള്ള വ്യക്തിപരമായിട്ടും നമ്മുടെ സംഘടനയുടെ പരമായിട്ടും ഉള്ള എല്ലാ സഹായങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇത് നമ്മള് ഒരു സംഘടന മാത്രമല്ല, ജനങ്ങൾ മൊത്തത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. കാര്യം മുല്ലപ്പെരിയാർ പോലെ തന്നെ അപകടമാണ്. മുല്ലപ്പെരിയാർ ഒരു വശത്ത് അപകടകരമായിട്ട് 881 മീറ്റർ മുകളിൽ നമുക്ക് തലയ്ക്ക് ഡെമോക്രാസിന്റെ വാഴ പോലെ നിൽക്കുന്നു. ആ സമയത്താണ് നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത്. 2 ഐറ്റമാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയം പറയുമ്പോൾ നമുക്ക് തമിഴ്നാടിനെ വെള്ളം കൊടുക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അവിടുത്തെ 5 ജില്ലകൾ, ഒന്ന് തേനി, ശിവഗംഗ, അതുപോലെ തന്നെ രാമനാഥപുരം, ഡിണ്ടിഗല് എന്ന് പറയുന്ന ജില്ലകളിലെ മധുര ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് അവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോ നമ്മൾ കണ്ടത് അവിടെയെല്ലാം ഫ്ലറിഷ്ഡായി. പക്ഷെ കേരളത്തിൽ ഒന്നും തന്നെ ഇല്ല. കൊടുത്ത കേരളം ഇന്നും യാചകരായിട്ട് കിടക്കുകയും വാങ്ങിയവർ അത് വേണ്ട രീതിയിൽ കൂടെ ഉപയോഗിക്കുകയും ചെയ്തു. പറഞ്ഞല്ലേ, 50 കോടി രൂപയാണ് അവർ കറണ്ടിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നത്. 50,000 കോടി 50,000 കോടി രൂപ നമ്മുടെ ജലം കൊണ്ട് തമിഴ്നാട് ഉണ്ടാക്കുന്നു. ഇന്ന് നമുക്ക് കിട്ടുന്ന പിച്ചക്കാശാണ്. ശരിക്കും രാഷ്ട്രീയക്കാരെ ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കരുത്, ജനങ്ങളെ ദ്രോഹിക്കരുത്. ഇതൊരിക്കലും നമുക്ക് ഓർക്കാൻ പറ്റുന്നതല്ല. ജനങ്ങൾ ഉണരും, ഉയരും, അതിലൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഇതിന്റെ കാലം അനുസരിച്ച് നിങ്ങളും കൂടെ തീരുമാനിച്ച് വേണ്ട രീതിയിൽ കൂടെ നമ്മളോടൊപ്പം ചേരുക.
നിങ്ങൾ എപ്പോഴും ജനങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിയുക. അതായത് അന്നൊന്ന് അത്താഴത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങൾ, അവന് വിശന്നു കഴിഞ്ഞാൽ 3.5 മണിക്കൂറിൽ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ അവരെല്ലാം കൂടെ സംഘടിക്കണം, അവർ വന്നാലേ ഇത് നടത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ബാലിശമല്ലേ? പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് പ്രകാശ്, നിങ്ങൾ ആ നമ്മുടെ ഓഞ്ഞിത്തോടിന്റെ പ്രശ്നം നിങ്ങൾ കൈകാര്യം ചെയ്തതല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്? പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് 2008 നമ്മൾ പ്രളയം കണ്ടവരാണ്, നാശനഷ്ടം കണ്ടവരാണ്. ഏതാണ്ട് 20 കോടി വെച്ച് ഓരോ പഞ്ചായത്ത് അതിർത്തിയിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളായിട്ടും മനുഷ്യരുടെ ജീവൻ മിനിമം 20 കോടി. ഇതെല്ലാം കണക്കെടുക്കുമ്പോൾ 2018 ശേഷം ഞങ്ങൾ കുറച്ചു പേര് കൂടി ആലോചിച്ചു, ഒരു 10 പേര്, അധികം ആളൊന്നുമില്ല, 10 പേര് കൂടി ആലോചിച്ചു ഓഞ്ഞിത്തോടിനെ എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു നീരൊഴുക്കുള്ള പുഴയായിട്ട് മാറ്റാമെന്ന്. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ അതിന്റെ റെക്കോർഡുകൾ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ഏതാണ്ട് 3.5 ഏക്കർ മാത്രമേ റെക്കോർഡിലുള്ളൂ. 3.5 ഏക്കർ കണ്ട പോരല്ലോ. യഥാർത്ഥത്തിൽ ഇത് അറബിക്കടലിൽ എത്തണമെങ്കിൽ 20 കിലോമീറ്റർ എങ്കിലും മിനിമം ഇതുണ്ടാകണം. പണ്ട് ആലുവ മാർക്കറ്റിൽ നിന്നും വഞ്ചി കുത്തി വരാപ്പുഴ സൈഡിലേക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പുഴയത്. അതിനെ പഠിച്ചപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇത് റെക്കോർഡിക്കലി ഇതില്ല, കയ്യേറ്റക്കാരുടെ പിടിയിലാണ്. യഥാർത്ഥത്തില് ഇപ്പോ അതിനെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 67 ഏക്കർ വസ്തുവാണ്. 3.5 ഏക്കറിൽ നിന്നും ഒരു പുഴയെ നമുക്ക്, ഒരു തോടിനെ നമുക്ക് 67 ഏക്കറിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്കത് ജനം വിചാരിച്ചു നടക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് ഈ പെരിയാറിനുള്ളത്. തീർച്ചയായിട്ടും പെരിയാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പെരിയാറ് ശുദ്ധമായി ഒഴുകും. അതുപോലെ തന്നെ ഈ കയ്യേറ്റം ചെയ്തിട്ടുള്ളവർ മനസാക്ഷ്യപൂർവ്വം നിങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക, ഇനിയെങ്കിലും കുതന്ത്രങ്ങൾ അവസാനിപ്പിക്കുക. കാര്യം ഇതൊക്കെ, ഈ കുടിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെറും 768 പേര് വിചാരിച്ചാൽ ഇന്ത്യ രാജ്യം നന്നാവുമെന്ന്. അതെന്താണെന്ന് എല്ലാവരും ചോദിക്കുക. 768 കളക്ടർമാരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. ഇവരെല്ലാം ഒത്തുചേർന്ന് ഒന്ന് നല്ലതാവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭരണ പരിഷ്കാരത്തിന് ഇത്രയും കോടികളും ചെലവാക്കേണ്ട, ഇങ്ങനൊരു വോട്ട് പോലത്തെ പ്രഹസനവും വേണ്ട. ഈ കളക്ടർമാർ മാത്രം, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്സ് ഒത്തുകൂടിയാൽ മതി. അതേപോലെ ഇച്ഛാശക്തിയുള്ള 10 പേരോ 15 പേരോ ശ്രമിച്ചാൽ പെരിയാറിനെ നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഉദാഹരണമാണ് ഈ ഓഞ്ചിയത്തോട്. തീർച്ചയായിട്ടും എൻ്റെ പെരിയാർ എന്നുള്ള ഈ ഒരു അന്വേഷണം തുടരുന്നതായിരിക്കും. ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുക, ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നവരെ. എന്നാൽ മാത്രമേ നമുക്ക് സംതൃപ്തമായ ഒരു യുവതലമുറയ്ക്ക് ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. നന്ദി, നമസ്കാരം.